അതല്ലാതെ ഇവിടെ ഓണാഘോഷമൊന്നുമില്ല. അമ്മയ്ക്ക് വയ്യാതെ അടക്കുന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. കേസെടുക്കാൻ ഞാൻ കോടതിയിൽ പറഞ്ഞതിന് ശേഷമാണ്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവരെ മോറൽ സയൻസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ വളരെ ഞാൻ നൂല് കെട്ടിയ കഥ വിട്ട് ഞാൻ അപ്പുറത്ത് എന്തായിരുന്നു അതിൽ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയണ്ട. ഞാൻ പറയട്ടെ, ഞാനൊരു മന്ത്രിപുത്രനല്ല. ഈ യദുവിന്റെ ഭാഗത്താണ് ന്യായം എന്ന് ആദ്യം പറഞ്ഞ ആള്. നിനക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്ക് ജോലി ചെയ്തു? KSRTC തൊഴിലാളിയൊക്കെ അടിയിൽ കൂടെ പണി കൊടുക്കണം. എനിക്ക് സുരേഷ് ഗോപി സാറിനെ കാണണമെന്നുണ്ട്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അതായത് അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട മലയാളികൾക്ക് എല്ലാം സങ്കടം തോന്നുന്ന ഒരു പോസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഓണമുണ്ട്, എനിക്കും എന്റെ മോനും ഓണമില്ല, ജോലിയില്ല. ശരിക്കും എങ്ങനെയായിരുന്നു ഓണം? ഓണം ഇപ്രാവശ്യം ഓണത്തിന് ഇടയ്ക്ക് 2-3 ചാനൽ വന്നപ്പോൾ സദ്യയൊന്നും കഴിച്ചിട്ടില്ല, തിരുവോണ സദ്യയൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ചൊവ്വാഴ്ച ആയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ വൈഫിന്റെ ഫാമിലിയിൽ അവിടെ വിളിച്ച് സദ്യ കഴിച്ചു, ഒരു സദ്യ. അതല്ലാതെ ഇവിടെ ഓണാഘോഷമൊന്നുമില്ല. അമ്മയ്ക്ക് വയ്യാതെ കിടക്കുന്ന, കാല് വയ്യാത്തതുകൊണ്ട് ഇവിടെ ഫുഡ് അച്ഛൻ്റെ പൈസ കൊണ്ട് വെളിയിൽ നിന്നാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അപ്പം മോനും കൈ വയ്യ, മൊത്തത്തിൽ ബുദ്ധിമുട്ട് തന്നെ. ഓണം ഇപ്പോൾ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിൽ പോയിട്ട് വന്നു. പിന്നെയും പ്ലാസ്റ്റർ ഇട്ടു മോന്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് തന്നെ. പിന്നെ ഇപ്പം നമ്മൾ പ്രതികരിച്ചു ആയതുകൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. അവർക്കിപ്പോഴും ജോലിയുണ്ട്, അവർ ഓണം ആഘോഷിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കേസ്, താഴെ ലെവലിൽ വരുന്ന മേയർക്ക് മനസ്സിലാവേണ്ടതാണ് നമ്മുടെ ബുദ്ധിമുട്ട്. അച്ഛൻ ഒരു ഇലക്ട്രീഷ്യൻ പണിക്കാരനാണ്. പണ്ടൊക്കെ ആണെങ്കിൽ പണി ഒത്തിരി കുറവാണ്. അപ്പം അവർ നമ്മളെ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അവർ മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത രീതിയിൽ താഴെ കടയിൽ നിന്ന് വന്ന ആളാണ്. നമ്മളെപ്പോലെ പാവപ്പെട്ട സാധാരണക്കാരൻ. പക്ഷെ അവർ തിരിച്ചറിയുന്നില്ലെന്ന് ഭാവിക്കുന്നതാണ്. എന്നുവെച്ചാൽ ആ ഒരു ഇരുന്നിരുന്ന് ആയിരിക്കും. പിന്നെ അല്ലാതെ അപ്പം പാവപ്പെട്ടവന്മാരെ രീതിയിൽ വരുമ്പോൾ നമ്മളെയൊക്കെ സഹായിക്കേണ്ട ആൾക്കാരാണ്. ഇതിപ്പോ നമ്മളെ ദ്രോഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസ്ഥ വളരെ പല തവണ പറഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കാത്തത്? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രസ്റ്റീജ് ഇഷ്യൂ, ഇമേജ് ഇഷ്യൂ വല്ലതായിരിക്കും. ആദ്യമേ എനിക്ക് മേയർ ആണെന്ന് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞിട്ടല്ലേ ഇത്രയും വിഷയമായത്. സംഭവം ആംഗ്യമല്ല, മെയിനായിട്ട് മേയർ അല്ല, തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത്. അത് ഈഗോ ക്ലാഷ് സംഭവം. ആ ഒരു പദവിയുടെ അല്ലെങ്കിൽ വേറെ പക്ഷെ അല്ലെങ്കിൽ വയസ്സിനെങ്കിലും ഇപ്പം മേയറായിരുന്നാലും ഇപ്പം അല്ല ഒരു വ്യക്തിയായിരുന്നാലും ഇത് പ്രായത്തിനെങ്കിലും ബഹുമാനം കൊടുക്കണ്ടേ? എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബഹുമാനം കിട്ടിയിട്ടില്ല. എന്നെക്കാട്ടി വയസ്സിന് എന്തായാലും ഇളയതായിരിക്കും. അപ്പം ആ ബഹുമാനം കിട്ടിയിട്ടില്ല. ഞാൻ ഒഫീഷ്യലായിട്ട് ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം ആ ബഹുമാനവും തന്നിട്ടില്ല. അപ്പം നമ്മൾ തിരിച്ച് നല്ല രീതിയിൽ അതിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ മോശമായിട്ട് അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പറയുന്ന വെച്ചാൽ ഇത് സ്ത്രീകളോട് അഭിമര്യാദയായി പെരുമാറുന്നവൻ അങ്ങനെ ചിത്രീകരിച്ച് ഒരുപാട് പാർട്ടിക്കാരും എല്ലാവരും കൂടെ ഇവരെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതെല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ഇവരെ അനുകൂലിക്കുന്ന ആൾക്കാര്, പക്ഷെ പോലീസുകാർ പോലും പറയല്ലേ അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന്. ബസ് ഫ്രണ്ടിൽ പോകുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന കാറ് ആംഗ്യം കാണും എന്നല്ലേ പറഞ്ഞത്. അവര് പക്ഷെ നേരെ തലതിരിച്ചാണ് ചെയ്തത്. ബസ് കാറിന്റെ ബാക്കിലും ആണ് പോയത്. സത്യം പറഞ്ഞാൽ ഈ കാറ് ബാക്കിൽ നിന്നാണ് വന്നത്. CCTV ദൃശ്യത്തിൽ കാണാമല്ലോ. അപ്പൊ ഇവര് ഫ്രണ്ടിൽ പോയിട്ട് ഇത് മറ്റേ പോലീസുകാരായിരിക്കും ചെയ്ത് കാണും. നമ്മൾ ആരും അറിഞ്ഞില്ല, ഒരു മീഡിയയിലും വന്നിട്ടുമില്ല. അവർക്ക് വേണ്ടിയിട്ട് ഫേവർ ചെയ്ത് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു ചാനലിൽ മാത്രം കൊടുത്തു. അതിങ്ങനെ സ്പ്രെഡായെന്നേ ഉള്ളൂ. അല്ലാതെ ആരും ഒരു ചാനലുകാരെ വിളിച്ച് കാണിക്കുകയെ അങ്ങനെ ഒരു ട്രയൽ നടത്തണമെങ്കിൽ അങ്ങനെ ചാനലുകാരെയൊക്കെ വിളിച്ച് കാണിക്കേണ്ടതാണല്ലോ. ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ. അവര് ഇത് പ്രഹസനം മാത്രമാണ്. എന്നെ എങ്ങനെയും കുറ്റക്കാരനാക്കുക. കേസെടുക്കാൻ ഞാൻ കോടതിയിൽ പറഞ്ഞതിന് ശേഷമാണ് കേസെടുത്തത്. എന്റെ കേസ് എടുത്തിട്ടില്ലെന്നേ ഉള്ളൂ. അത് ജനങ്ങൾക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്. ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത് ഏതുമല്ലേ ജോലി എന്തായി എല്ലാവർക്കും അറിഞ്ഞുകൂടാ. എന്തെന്ന് വെച്ചാൽ ഇപ്പൊ വാർത്തയും മീഡിയാസും ഈ ചാനൽ ഓൺലൈൻ മീഡിയാസ് അല്ലാതെ നമ്മുടെ ബാക്കിയെല്ലാ ചാനലുകാരും വേറെ ഒക്കെ ബാക്കിൽ നിന്നാണ്. അതിപ്പോ നമ്മുടെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ അവസ്ഥയല്ലല്ലോ. ഇപ്പൊ മേയറാണ് ഈ അവസ്ഥയിൽ വരുന്നതെങ്കിൽ
എന്നും ചാനലുകാർ എന്താണ് ഏതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു സാധാരണക്കാരനായതുകൊണ്ട് ആ ഒരു രീതി. ഇതിപ്പോ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കാല് പിടിച്ചോ അല്ലെങ്കിൽ സോൾവ് ചെയ്ത് അങ്ങ് പോവാം. പക്ഷേ ഈ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഇന്ന് വന്നു, നാളെ മറ്റൊരു യദു അല്ലെങ്കിൽ മറ്റൊരു യദുവോ അല്ലെങ്കിൽ വേറൊരു ലേഡിയോ ഏതോ ഫീമെയിൽ ഓർ മെയിൽ ആരായാലും കിടക്കുന്നു. നമ്മളിപ്പം ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ BSc എഴുതുന്നുണ്ട്, എല്ലാം എഴുതിയിട്ടുണ്ട്. ഡിഗ്രി പകുതി വരെ ഫിനിഷ് ചെയ്തില്ല, പകുതി വരെ പഠിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഠിത്തമുണ്ട്. IT മെക്കാനിക്കൽ ഡീസലാണ് പഠിച്ചത്. സ്പോർട്സ് കോട്ട വോളിബോൾ യൂണിവേഴ്സിറ്റിയാണ്, സ്റ്റേറ്റ് ലെവലാണ്, എല്ലാം ഉണ്ട്. പക്ഷേ IT മെക്കാനിക്കൽ ഡീസലാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടും പിന്നെ കമ്പ്യൂട്ടർ കോഴ്സുകളെല്ലാം പഠിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ DGNDP, ടാലി, PHISTRY ഇത്രയും പോലും ആ ഒരു ഇതിലാണ് ഞാൻ ബഹുമാനത്തോടെ ഇവരുടെ അടുത്ത് സംസാരിച്ചിട്ടുള്ളൂ. ഇവരുടെ ബാക്ക്ഗ്രൗണ്ടോ അന്നത്തെ ഇഷ്യൂ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോറൽ സയൻസ് അല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവരെ മോറൽ സയൻസ് അന്വേഷിച്ച് തന്നെ വളരെ എനിക്കറിയാം. എന്നിട്ട് പോലും ഞാൻ ഒരു ചാനലിൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ എന്തോ ആയി, അത് ഞാനല്ലല്ലോ. എനിക്ക് അവരെ മോറൽ സയൻസ് ആയാലും ബിഹേവിയർ ആയാലും സ്വഭാവം ആയാലും സവിശേഷത ആയാലും എല്ലാം അറിയാം. ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടില്ല, വ്യക്തിഹത്യ ഞാൻ ചെയ്തിട്ടേ ഇല്ല. എന്താണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ആവശ്യമില്ല. ഈ ചെയ്തത് തെറ്റാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നുവെച്ചാൽ അന്ന് നടന്ന സംഭവത്തിൻ്റെ പേരിൽ സംസാരിക്കുമ്പോൾ ഞാൻ നൂല് കെട്ടിയ കഥ തൊട്ട് ഞാൻ അപ്പുറത്ത് എന്തായിരുന്നു ഇപ്പുറത്ത് എന്തായിരുന്നു. ഇപ്പം ചെറുപ്പകാലത്തിൽ ഓരോരുത്തർക്കും ഓരോ അബദ്ധങ്ങൾ പറ്റാം. അത് നമ്മൾ തിരുത്തി പോകുമ്പോഴാണ് മനുഷ്യനാവുന്നത്. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളിപ്പം ഓരോ പ്രായത്തിൽ നമുക്ക് ചെറിയ മോശ സ്വഭാവം ഉണ്ടായത് തിരുത്തി പോകുന്നതാണ് വലുത്. അല്ലാതെ അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകണതിൽ താല്പര്യമില്ലാത്ത കക്ഷിയാണ് ഞാൻ. അപ്പം ഇതിപ്പോൾ എനിക്കാണെങ്കിൽ ഒരു കൂട്ടുകാർ വലയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരും കൂട്ടുകാരാണ്. പഠിച്ചിരുന്ന സമയത്തുള്ള ഫ്രണ്ട്സുകൾ ആരടുത്ത് ചോദിച്ചാലും യദുവിനെ അറിയാം. എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പാണ്. എന്നാൽ അങ്ങനെ വലയമായിട്ടില്ല. ഞാൻ ഒറ്റയ്ക്കാണ് നടക്കുന്നത്. കൂടി വന്ന എൻ്റെ ബന്ധുക്കൾ 2 ചേച്ചിമാരുണ്ട്. അവരുടെ അടുത്ത് സംസാരിക്കും, അവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുള്ളൂ. ഫ്രണ്ട്ഷിപ്പായിട്ട് അവർ മാത്രമേ ഉള്ളൂ എനിക്ക്. എന്നുവെച്ചാൽ ഈ മോനെ നോക്കുന്ന ചേച്ചിമാരാണ്, മാറിയും തിരിഞ്ഞും അവരാണ് നോക്കുന്നത്. അപ്പം അതുകൊണ്ട് അതിന് വരെ അപവാദം പറഞ്ഞ ആൾക്കാരാണ്. അപ്പം നമുക്കതിൽ കാര്യമില്ല. എന്നുവെച്ചാൽ അവരെ പറയുമ്പോഴേ അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുള്ളൂ. നമ്മളെന്ത് വേണം പറയാമല്ല, നമ്മൾ താഴേക്കടയിലുള്ളതാണ്. താഴേക്കടയിലുള്ളതായതുകൊണ്ട് ജനങ്ങൾ, ഞാൻ പറയണമെന്ന് വെച്ചാൽ ഇതേപോലെ ആരും പ്രതികരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ആളുകൾ പ്രതികരിക്കണം, എന്നെ പോലെ പ്രതികരിക്കണം. നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ട് പ്രതികരിച്ചിട്ട് കാര്യമില്ല. ഭാഗത്ത് ന്യായം ഉള്ളതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചിട്ട് പോലും ഞാൻ അവിടെ തെറ്റുകാരനായിട്ടാണ് ഇവർ ചിത്രീകരിക്കപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതല്ലേ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോ കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, ഏതായാലും പൊളിറ്റിക്സ്. ഇപ്പൊ ഞാനൊരു പൊളിറ്റിക്സിന്റെ കീഴിലോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഈ കേസ് ഇത്രത്തോളം പോകില്ലായിരുന്നു. ഇത് അപ്പോൾ സോൾവ് ചെയ്ത് ജോലിക്ക് ഞാൻ എന്നെ കയറിയനെ. ഞാൻ ഇതിനെ എതിർത്തെന്ന് വെച്ചാൽ മേയർ മാഡത്തിനെ കുറിച്ച് ഞാൻ ഇവരെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കത് ഹർട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നീ കേസ് കൊടുത്തിട്ട് നീ കോടതി വഴി നീതി നേടിക്കോ എന്നാണ് പറഞ്ഞത്. അതായത് നിനക്ക് നീതി കിട്ടാൻ പോലുള്ള നിനക്ക് കാണിച്ചോ, ഞാൻ എൻ്റെ പവർ കാണിച്ചു തരാമെന്ന് എന്നാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. അതിൽ നല്ല ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ ഇതേ അവസ്ഥയിൽ എത്താൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാരും പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നീതി കിട്ടും. അത് എൻ്റെ കേസിലൂടെ എനിക്ക് തെളിയിക്കുക. അതാണ് എൻ്റെ ലക്ഷ്യം. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കോംപ്രമൈസ് ചെയ്ത് പോവാം. ഇത് സാധാരണപ്പെട്ട ജനങ്ങൾ എന്നെ പോലെ ഇപ്പൊ 5-6 മാസമായി. 5 മാസം കഴിഞ്ഞു. 5 മാസം കൊണ്ട് ജോലിയില്ല, വരുമാനമില്ല. അതാണ് ഈ ഒരു കാര്യം പലതവണ മാധ്യമങ്ങളിലൂടെയും ഒക്കെ പറഞ്ഞു. അതുപോലെ ഗണേഷ് നമ്മുടെ മന്ത്രിയെ കാണുന്ന, ഞാൻ പറയട്ടെ, ഞാനൊരു മന്ത്രിപുത്രനല്ല, ഞാൻ വലിയ പണക്കാരന്റെ മോനും അല്ല. അതുകൊണ്ടുള്ള പ്രശ്നമാണ്. പണമുണ്ടോ പദവിയുണ്ടോ? ഗതാഗത മന്ത്രിയെ കുറിച്ച്, ഗണേഷ് കുമാറിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് ആദ്യം യദുവിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അല്ല, ഞാൻ ഇപ്പോഴും ആളെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. ഗതാഗത വകുപ്പ് മന്ത്രിയെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ
പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നെന്നുള്ള എനിക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ്. ഇപ്പൊ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുകയാണ്. പക്ഷെ കാര്യങ്ങളൊക്കെ ഒരുവിധം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം മൗനം പാലിക്കുക. എന്താണ് മനസ്സിലായിട്ടും എനിക്ക് മനസ്സിലാവാത്ത രീതി ഇരിക്കുകയാണ്. ആക്ക് കാര്യം അറിയാം യദുവിന്റെ ഭാഗത്താണ് ന്യായം എന്ന് ആദ്യം പറഞ്ഞ ആള് യദുവിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് രണ്ടാമതൊരു നടീര കേസിൽ പറഞ്ഞു. ശരി, ആയിക്കോട്ടെ, അതില് എനിക്ക് വിഷമമില്ല. ന്യായമുണ്ടെന്ന്. പക്ഷെ നമ്മള് നടി എന്ന് പറയുന്ന വ്യക്തിയായാലും ഒരു വർഷം മുന്നേ ഞാൻ വഴിക്കടവ് ഓടിയതാണ്. അപ്പൊ ഈ തൃശ്ശൂർ ഓടിയതിന്റെ ഇതിൽ വന്നിട്ട് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഈ തൃശ്ശൂർ വരെയുള്ള വണ്ടി എങ്ങനെ കുന്നംകുളം പോകുമെന്നാണ് ഞാൻ അന്ന് ചോദിച്ചത്. പക്ഷെ അതൊക്കെ ഇവർ മാറ്റി തിരിച്ച് എന്റെ പേരിൽ കുറ്റക്കാരനാക്കാൻ വേണ്ടിട്ട് കറക്റ്റ് തിരിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിഷയങ്ങൾ വന്ന സമയത്ത് സോഷ്യൽ മീഡിയ ഒരുപാട് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ഒരുപാട് പോസ്റ്റുകളും പലരുടെ അഭിപ്രായങ്ങളൊക്കെ കണ്ടതാണ്. ഒരു പാവപ്പെട്ട ഒരു ഡ്രൈവറെ അനുഭവിപ്പിച്ചതിലേക്ക് ആയിരിക്കും ഞാനത് പറയുന്ന വെച്ചാൽ അതൊക്കെ ദൈവം കൊടുക്കുന്നതാണ്. അതിനൊന്നും ഞാനൊരു ഇതും പറയൂല. എന്നുവെച്ചാൽ ദൈവം നാളെ ഞാൻ തെറ്റ് ചെയ്താലും കിട്ടും, ആര് തെറ്റ് ചെയ്താലും അതിന് കിട്ടും. ഇപ്പൊ ഗണേഷ് കുമാർ എന്നല്ല, ഏത് നടന്മാരായാലും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ പദവിയും പണവും ഉണ്ടെങ്കിൽ ഏത് തെറ്റും മറയ്ക്കാം. അതാണ് എനിക്ക്. ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്യാതെ 2-3 പ്രാവശ്യം പോയിട്ടും സാറ് കാണാൻ കൂട്ടാക്കിയില്ല. സാറിനെ കണ്ടില്ലെങ്കിൽ സാറിന്റെ PA നേരിട്ട് കണ്ട് പേപ്പറുകൾ കൊടുത്തതാണ്. 2 പ്രാവശ്യം കൊടുത്തതാണ്. ഒരു മറുപടി പോലും ഇങ്ങോട്ട് കിട്ടിയിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല. പരാതിയൊക്കെ സ്വീകരിച്ചിട്ട് ഇവർ സ്വീകരിക്കാതെ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ഇവർ അത് ചുറ്റിക്കുട്ടി കളഞ്ഞോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. കയ്യിൽ നിന്ന് 2 തവണയും വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ കാണാൻ വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് സാറ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ അവിടെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ തന്നെ നേരിട്ട് പോയി കണ്ടത്. ഒരു പ്രാവശ്യം പാസ് എടുത്ത് കയറി, 2ാമത്തെ പ്രാവശ്യം പാസ് എടുത്ത് കയറാൻ അവർ സമ്മതിച്ചില്ല, കയറ്റിവിട്ടില്ല. അങ്ങനെ PA വന്നപ്പോൾ ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതാണ്. PA ഓടിച്ചിട്ട് പിടിച്ച് സാറായി എന്തെങ്കിലും നിനക്ക് ജോലി കിട്ടില്ല, പിന്നെ വേറെ ആർക്ക് ജോലി ചെയ്തു എന്നാണ്. അന്നോട്ട് ഇന്ന് ഒരു 5 മാസമായി. എന്നിട്ട് ജോലി ഇവിടെ ജോലി അങ്ങനെ വിളിച്ചിട്ടൊന്നുമില്ല. സാറ് പല ആൾക്കാരെയും വിളിച്ചുള്ള ഇതുണ്ട്, പക്ഷെ എന്നെ മാത്രം വിളിച്ചിട്ടില്ല. എന്താണ് കേസെന്നോ? നല്ലൊരു മന്ത്രിയാണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ നേരിട്ട് വിളിക്കുകയും അവരെ അഭിനന്ദിക്കുകയും അവരെ പ്രശ്നങ്ങൾ ഇടപെടുകയൊക്കെ ചെയ്യുന്ന നല്ല മന്ത്രി എന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിന്റെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ടിട്ട് എനിക്ക് തോന്നുന്ന വെച്ചാൽ പൊതുവെ മീഡിയാസിന്റെ മുമ്പിൽ നല്ല കുട്ടിയാവുക, അല്ലാതെ KSRTCയിലെ തൊഴിലാളിയൊക്കെ അടിയിൽ കൂടെ പണി കൊടുക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇപ്പം നിരീക്ഷിച്ച് ഇപ്പൊ മനസ്സിലായ കാര്യം. അതായത് നമുക്ക് ബാക്കിയുള്ളവരുടെ മുമ്പിൽ നല്ല പിള്ള ചമഞ്ഞിട്ട് നമ്മളെ KSRTC പുറമെ ഭയങ്കര മുമ്പ് ഇന്ന് ഞാൻ നല്ല ചെയ്യുന്നെന്ന് കാണിച്ചിട്ട് ഇത് പിന്നെ ഭയങ്കര പകയല്ലേ, ഭയങ്കര പകയമാണ്. അതിപ്പോ നമ്മൾ പ്രതികരിച്ചെന്ന് പറഞ്ഞ പക അങ്ങനത്തെയാണ്. ശരണ്യ ഇപ്പൊ നമ്മുടെ KSRTCയുടെ ഫ്രണ്ടിലും ബാക്കിലും കിടന്ന് ഓടയാണ്. അതിനൊന്നും പിടിക്കാൻ വയ്യ, വണ്ടി പിടിക്കുകയില്ല. അതെന്തുകൊണ്ടെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ശരണ്യ ട്രാവൽസ്, KSRTC ഇടയ്ക്ക് ഒരു KSRTC ഡ്രൈവർ എന്തോ ഏറ്റിയോ എന്തോ കൊട്ടാരക്കരയെന്ന് സ്ഥലം മാറ്റിയെന്നൊക്കെ പറയുന്നു. വാർത്തകളിൽ കണ്ടതാണ്. ശരിയോ ഇപ്പൊ തെറ്റാണെന്ന് നമുക്കറിഞ്ഞൂടാ. എൻ്റെ വാർത്ത തന്നെ പല രീതിയിലും പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചാനലിൽ പറയണല്ല. പക്ഷെ എൻ്റെ സ്വയം അഭിപ്രായത്തിൽ സാർ ഇതിൽ കാണിക്കുന്നത്, അനാസ്ഥ കാണിക്കുന്നത് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എനിക്ക് അതിനുള്ള പാർട്ടി ഗ്രിപ്പില്ല. ഏത് പാർട്ടി ആയാലും, കോൺഗ്രസ് ആയാലും, കമ്മ്യൂണിസ്റ്റ് ആയാലും, BJP ആയാലും പാർട്ടി ഗ്രിപ്പില്ലാത്തതുകൊണ്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് വിളിക്കുക പോലുമില്ല. പിന്നെ BD സതീശൻ സാറിനെ നേരിട്ട് കണ്ടതാണ്, ശശി തരൂരിനെ നേരിട്ട് കണ്ടത്. പിന്നെ വേറെ ആരെ, പക്ഷെ എന്നാ BJPയിൽ ആരെയും കണ്ടിട്ടില്ല. എനിക്ക് സുരേഷ് ഗോപി സാറിനെ കാണണമെന്നുണ്ട്, പക്ഷെ കണ്ടിട്ടില്ല, കാണണമെന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, സാറ് തൃശ്ശൂരിൽ വേണ്ടിയിട്ട് നിന്നു, തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചിട്ട് അവിടെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതായത് കേന്ദ്രമന്ത്രിയും കൂടെ ആയിരിക്കുകയാണ്. ഈ ചീള് കേസൊക്കെ സാറിന് അവരെ ശരി തന്നെ, അതിപ്പം മറന്ന കേസാണ്.